സംസ്ഥാന ബജറ്റ് കഴിഞ്ഞു. എന്നാൽ കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇപ്പോഴും അവഗണനയുടെ കഥയിൽ തന്നെയാണ്. 10 വർഷത്തിലേറെയായി നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് ഈ മെഡിക്കൽ കോളേജിൻ്റേത്. ഒറ്റ നയാ പൈസ പോലും ഇക്കഴിഞ്ഞ ബജറ്റിൽ കാസർഗോട്ടെ മെഡിക്കൽ കോളേജിന് വേണ്ടി വിലയിരുത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 5 മാസം മുമ്പ് ക്ലാസ് തുടങ്ങിയെന്ന് സർക്കാർ അവകാശപ്പെടുന്ന ഈ നഴ്സിംഗ് കോളേജ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ആകെയുണ്ടായ ബജറ്റ് പ്രഖ്യാപനം. 5 മാസം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച കാസർഗോഡ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജാണ് ഈ കാണുന്നത്. സാർ, ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് കീഴിൽ ആകെ 11 മെഡിക്കൽ കോളേജുണ്ട്. കൂടാതെ 2 മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. നിലവിലുള്ള 9 നഴ്സിംഗ് കോളേജുകൾക്ക് പുറമെ കാസർഗോഡ്, ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട എന്ന ജില്ലകളിലായി 5 പുതിയ നഴ്സിംഗ് കോളേജുകൾ കൂടി ആരംഭിക്കും. നിലവിൽ അഡ്മിഷൻ നടത്തി ക്ലാസുകൾ ആരംഭിച്ച നഴ്സിംഗ് കോളേജ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുമെന്ന ധനമന്ത്രിയുടെ ബജറ്റിലെ പ്രഖ്യാപനത്തിൽ ഒരു പ്രശ്നമുണ്ട്. പിന്നെന്തിനാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം ലഭിക്കാതെ അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക് സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ 5 മാസം മുമ്പ് തിടുക്കമിട്ട് ഈ നഴ്സിംഗ് കോളേജിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്? നഴ്സിംഗ് കോളേജ് കൃത്യമായി പ്രവർത്തനം തുടങ്ങണമെങ്കിൽ ആദ്യം മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ ആരംഭിക്കണം. ഏത്? ആരോഗ്യമന്ത്രിയുടെ സ്വന്തം കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ. സംബന്ധിച്ചിടത്തോളം മണ്ഡലം എന്നുള്ളതല്ല, കാസർഗോഡ് എൻ്റെ സ്വന്തം സ്ഥലമായി, എൻ്റെ സ്വന്തം മെഡിക്കൽ കോളേജായിട്ടാണ് സർ ഞാൻ കരുതുന്നത്. ഏറ്റവും അധികം കാസർഗോഡ് മെഡിക്കൽ കോളേജ് സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയും ഞാനായിരിക്കും. വാക്കിലെ സ്നേഹം സർക്കാരിൻ്റെ ബജറ്റിൽ ഉണ്ടായില്ല. പാലക്കാട് മെഡിക്കൽ കോളേജിന് 50 കോടി നീക്കിവച്ചപ്പോൾ കാസർഗോഡിനെ വീണ്ടും തഴഞ്ഞു. മെഡിക്കൽ കോളേജ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 160 കോടി രൂപ അനുവദിച്ചുവെന്ന മന്ത്രിയുടെ വാക്കുകൾ ശരിയാണ്. എന്നാൽ 3 വർഷമായി 32 കോടി രൂപ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. 10 വർഷമായി അസ്ഥികൂടം കണക്കെ കിടക്കുന്ന കെട്ടിടങ്ങൾ മെഡിക്കൽ കോളേജായി മാറണമെങ്കിൽ കൂടുതൽ ഇടപെടൽ ഉണ്ടായേ തീരൂ. അതിനിടെയാണ് ഈ അവഗണന തുടരുന്നത്. കാസർഗോഡ് നിന്നും വിജീഷ് അണങ്കൂറിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ ഈ അവഗണന തുടങ്ങിയിട്ട് 10 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഇന്നലത്തെ ബജറ്റിൽ ഒരു നയാ പൈസ പോലും ഇതിനായിട്ട് നീക്കി വെച്ചിട്ടില്ല. സർക്കാർ അവകാശപ്പെടുന്ന ഈ നഴ്സിംഗ് കോളേജിൻ്റെ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുമെന്ന് വിചിത്രമായ പ്രഖ്യാപനമാണ് ഉണ്ടായത്. ഓൾറെഡി ഈ നഴ്സിംഗ് കോളേജുകളുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അത് വീണ്ടും തുടങ്ങുമെന്ന് ബജറ്റ് പ്രഖ്യാപനം നടത്തിയിട്ട് എന്ത് കാര്യമെന്നാണ് കാസർഗോട്ടെ പൊതുജനങ്ങൾ ചോദിക്കുന്നത്. ഈ കാസർഗോഡ് മെഡിക്കൽ കോളേജിന് നേരെ ഉണ്ടായിരിക്കുന്ന ഈ അവഗണന ജനങ്ങളിൽ വല്ലാത്ത അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കടുത്ത പ്രതികരണമാണ് അവരിന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ലഭിച്ചത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോയതിന് ശേഷം ഇതിനൊന്നും തിരിഞ്ഞ് പറഞ്ഞ് നോക്കിയിട്ടില്ല ആൾക്കാർ. വെറുതെ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്, കുറച്ച് നർസുകൾ വരുന്നുണ്ട്, മെഡിക്കൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞിട്ട് ഒന്നും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഇല്ല, സൗകര്യമില്ല. ഇപ്പോൾ കുറേ കൊല്ലമായി ഇങ്ങനെ തന്നെ ഉള്ളത്. എല്ലാവരും ആൾക്കാർക്കൊരു ഗുണം കിട്ടണമല്ലോ. അടുത്തയായിട്ട് ഹോസ്പിറ്റലില്ല, എന്തുണ്ടെങ്കിൽ നമ്മൾ കാസർഗോഡ് കൊണ്ടുവേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ നാടൊന്ന് നല്ലതെങ്കിൽ എല്ലാവർക്കും നല്ലതല്ലേ. 12:45 ഡോക്ടർമാരില്ല അവിടെ. ഇപ്പോൾ 1 മണിയാകുമ്പോൾ ഡോക്ടർമാർ പോരായി. ഇപ്പോൾ സ്റ്റാഫെല്ലാം ഇപ്പോൾ പോയിട്ടായി. 12 സ്റ്റേഷനിലാണ് ഒരു പോകുന്നത്. ആൾക്കാർക്ക് ഉപകാരമാണെങ്കിൽ സ്റ്റേഷൻ ഇല്ലല്ലേ, ഹോസ്പിറ്റലിൽ ബന്ധാവും. ഇപ്പോൾ അടക്കം ഇപ്പോൾ 1 മണിയാകുമ്പോൾ എല്ലാം അടച്ചിട്ട് പോകും, എല്ലാ ആൾക്കാർ പോകും. പ്രവർത്തനം നന്നായിട്ട് പറഞ്ഞു. ഇതിപ്പം ഈ റൂമെല്ലാം ആകാത്തതുകൊണ്ടാണെന്ന് പറയുന്നു. ഇപ്പോൾ ഇത്രയല്ലേ പണിയായിട്ടുള്ളൂ, ബാക്കി പണിയാവുന്നതല്ലേ ഉള്ളൂ. അകത്തെന്തോ പണിയുണ്ടെന്ന് പറയുന്നു, അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് നമുക്കും പറയാനുള്ളത്.